ചേടാ അതിപ്പോ 3 പേരെ കണ്ടിട്ട് എവിടെ നിന്ന് ചോദ്യം ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ടീനമോൾ പറയൂ, ടീനമോളുടെ വിശേഷങ്ങൾ. ഞാൻ പ്രകാശ് എന്ന് പറഞ്ഞ ഒരേ ഒരു സിനിമ, ഈ ചിരി നമ്മൾ മലയാളികളൊക്കെ ഞങ്ങളിങ്ങ് എടുത്തു. എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് ഇങ്ങനെ ഇടിച്ചു കയറി വന്നത്? എൻ്റെ ഒരു മാം സജസ്റ്റ് ചെയ്തതാണ്, എന്നെയല്ല എൻ്റെ ഫ്രണ്ടിനെ. അതായത് മാം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് ഒക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് രേണുക മാം. ഡോക്ടർ ബാലകൃഷ്ണൻ ഒരു ഡയറക്ടർ ആയിരുന്നു പണ്ടത്തെ, അവരുടെ മകളാണ്. അപ്പോൾ സത്യൻ സാറിൻ്റെ അടുത്തൊക്കെ ഇവർ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ മാമിൻ്റെ അടുത്ത് ഇവർ ജസ്റ്റ് കാഷ്വലായിട്ട് ഒരു കുട്ടി വേണം, നമ്മൾ പുതിയ മൂവി അങ്ങനെ ചോദിച്ചു. അഖിലേട്ടൻ ചോദിച്ചു. അപ്പോൾ മാം എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ ചെറുതാകുമ്പോഴേ ഡബ്ബിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അവളെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കാണ് ഇൻട്രസ്റ്റ് പറഞ്ഞു. ആ ഒരു മൂമെന്റ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അനിക, ഈ അനിക ആക്ച്വലി ഉണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മോളായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്മയും മോളായിട്ട് ഇപ്പോൾ ഒരു തമിഴ് പടം അഭിനയിച്ച് കഴിഞ്ഞേ ഉള്ളൂ. അതെ, വിജയ് സേതുപതിയോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ച് അവിടെ നിങ്ങൾ പോന്നപ്പോഴേക്കും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ഏതായാലും ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് വർക്ക് വിത്ത് യു. അല്ലെ, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ആലപ്പുഴയിൽ അടിച്ചു പൊളിച്ച് അഭിനയിക്കായിരുന്നു. പിന്നെ ദ ഹാപ്പനിങ് വെബ് സീരീസ് ഞാൻ പൊട്ടിക്കണോ എനിക്ക് പറയൂ? ഞാൻ പറയാം. ഞാനിപ്പോൾ ചെയ്യുന്ന വെബ് സീരീസ് ഗൗതം മേനോന്റെ ഡയറക്ഷനിൽ ചെയ്യുന്നൊരു വെബ് സീരീസാണ് ക്വീൻ എന്ന് പറഞ്ഞിട്ട്. അതില് ജയലളിതയുടെ കുട്ടിക്കാലം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന മോസ്റ്റ് ഹാപ്പനിങ് ആയിട്ടുള്ള ഈ കുട്ടി. താങ്ക് യു. ആൻഡ് കമ്മിങ് ടു നന്ദന വർമ്മ. നന്ദന ഗപ്പിയിലെ നന്ദനയുടെ നമ്മൾ സാധാരണ നടിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുഖത്തെ എക്സ്പ്രഷനൊക്കെ വാരി വിതറി എല്ലാം ചെയ്തിട്ടാണ് ആൾക്കാരെ കയ്യിലെടുക്കുക. ഇത് ഇത്രയും പോഷൻ, ആ 2 കണ്ണ് മാത്രം കാണിച്ചിട്ട് മലയാളികളുടെ മുഴുവൻ ഹാർട്ട് സ്റ്റോൾ ചെയ്ത ആളാണ്. ഒരു സെൽഫി വീഡിയോ അല്ലേ? ഒരു വീഡിയോ, അതായത് ഞങ്ങളെ ക്ലബിനോട് നാടകം വയ്ക്കുന്നുണ്ട് ധനശേഖരണാർത്ഥം. അപ്പൊ അതിനൊരു വീഡിയോ മാഡം തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒറ്റ ടേക്കിൽ എടുത്തിട്ട് പൊക്കോണം. ആവശ്യമില്ലാതെ ഈ ആംഗിള് വേണം മറ്റേ ആംഗിള് വേണം എന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങള് പാവങ്ങളല്ലേ, 2 കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ പൊക്കോളാം. 2 വാക്കിൽ തീരുന്ന വീഡിയോ. അങ്ങനൊക്കെ ഇടാവും, നമ്മളൊരു സ്ഥലത്ത് വന്നതല്ലേ, അങ്ങോട്ട് മാറ്റിയിടണ്ടേ? അതായത് ക്ലബിന്റെ പേര് നാടകത്തിന്റെ പേര് ഒന്ന് പറഞ്ഞു കൊടുക്കൂ, എന്താ മാറ്റർ പറയണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും, ഞാനിത് പിടിക്കാം. പറഞ്ഞു കൊടുക്കും. സംഭവം സിമ്പിൾ ആണ്. വ്ളാത്താങ്കര വ്ളാപ്പേഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഏറ്റവും പുതിയ കലോപകരമായ നാടകം തച്ചൻ തച്ച ചത്തത്തി ഒരു തടിച്ചി തച്ചത്തി എന്ന നാടകം 9:30 സുധാകരന്റെ റബ്ബർ മേള നടക്കുന്നു. വരണം, കാണണം. ഇതിൽ എല്ലാവിധ ആശംസകളും അറിയിക്കണം. ഇതാണ് 2 വാക്ക്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് അത് ഇപ്പൊ 2 മിനിറ്റ് വീഡിയോ മോങ്ങായിടാ, ഞാൻ പറഞ്ഞ സമ്മതിപ്പിക്കാം, നീ മോങ്ങായി. ഒന്നാമത് ആ കുട്ടി മലയാളം അല്ല, നാടകത്തിന്റെ പേര് മാത്രം പറഞ്ഞാലും മതി, ഒറ്റ വാക്ക്. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. നാടകം കാണാൻ വരണം, കണ്ട് വിജയിപ്പിക്കണം, ഇത് മാത്രം പറഞ്ഞാൽ നാടകം, നമ്മുടെ ക്ലബിന്റെ നാടകം കാണാൻ വരണം. അയ്യോ മുട്ടായി പോലെ ഇരിക്കണ. പറ തച്ചൻ ചത്ത തച്ചത്തി ഒരു വെളിവില്ലാത്ത രീതി. തച്ചന്റെ അടുത്ത് ശരിയാക്കാൻ പറ ആദ്യം. നീ അങ്ങോട്ട് മാറി കറക്റ്റായിട്ട് പറയാം, ചേച്ചിക്ക് അറിയണ്ടേ? നിങ്ങൾ എന്താണിത് പെട്ടെന്ന് കിട്ടുന്ന എടുത്തിട്ട് പോയെന്ന് വെറുതെ മെനക്കെടുത്ത ചേച്ചി ഇതിനകത്തില്ല, മാറി നിൽക്കാം. ഞാനില്ല, ഞാൻ മാറി തന്നെയാ നിൽക്കണേ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തിക്ക് എല്ലാവിധ മൂട് കാലിന് എന്ത് പറ്റി? കാലിൽ മുള്ളു വല്ലതും കൊണ്ടോ? കുളമ്പ് രോഗം ഉണ്ടെന്ന് തോന്നുന്നു സുനന്ദയ്ക്ക്. നടത്തേക്കൊക്കെ ഒരു മാറ്റം, പണ്ടത്തെ നടത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നനട സുനന്ദേ, എന്റെ മോളാകപ്പോഴെ ക്ഷീണിച്ചു പോയില്ലടാ. നീ അവൾക്ക് അമേരിക്ക സമയാസമയം ഭക്ഷണം ഒന്നും കൊടുക്കാറില്ലേ? പപ്പ അവള് സമയത്തിനൊരു കാലത്തിന് ഒരു ആഹാരം കഴിക്കത്തില്ല പപ്പ. ഇവിടെ എന്ന സമയത്ത് പുളിയേരി പിണ്ണാക്കൊക്കെ നല്ലതുപോലെ തിന്നില്ലേ? അപ്പൊ എല്ലിന്റെ ഇടക്കാര് സുനന്ദയ്ക്ക് കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കട്ടെ. ഇവിടെ തന്നെ ഉണ്ട്. ക്ഷമിക്ക്, അവനോട് ക്ഷമിക്ക്. അവന് ഫോൺ വന്നു. ആരുടെ മനെ? ഇംഗ്ലീഷ്. Sorry.
ഹലോ അളിയാ മണിയാ എവിടേക്ക് ഉണ്ടാ നീ? ഞാനേ ഇപ്പൊ നമ്മുടെ തറവാട് വീടിന്റെ അവിടെ ഉണ്ടാ. എന്താ ഇവിടെ ഒരു ആഫ്രിക്കൻ തത്ത വന്നിട്ടുണ്ട്. വാ. തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു ഈണം ചേർത്ത് ഞാനിന്നും പാടി പറഞ്ഞു. ഈരാവിൽ നീ എന്നെ തൊട്ടു തൊട്ടുണർത്തി നിന്നങ്കുലികൾ ആളിക്കും ഞാനൊരു ചിത്രവിപഞ്ചികയാ. അത് എക്സ്ട്രാ ഇട്ടതാ. ഇന്ന് വാളണ്ടിയർമാരുടെ ഡേ അല്ലേ? പ്രേമിക്കുന്നവരുടെ ദിവസമല്ലേ ഇന്ന്? അത് തന്നെ. എല്ലാരും ഉണ്ടല്ലോ. പേര് ചോദിച്ചില്ല. എന്താ പേര്? മാത്യു. അവിടെ റോഷ്ന. ഇവിടുത്തെ നൂർ. എന്നാ? നൂർ. ആദ്യമായിട്ടാ കണക്ക് വെച്ചൊരു പേരുള്ളത്. 100. പപ്പായ എനിക്കറിയാം. 500 പ്രേമത്തെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? പ്രേമം ഒരു വികാരമാണ്. വൃദ്ധനെ പോലും 16കാരനാക്കുന്ന അല്ല, ഉള്ള ആരോഗ്യം വെച്ച് അതാണ് കറക്റ്റ്. പക്ഷെ ഇതൊന്നുമല്ല പ്രേമം. പിന്നെ പ്രേമം എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ഈ കരളിനുള്ളിലുണ്ടല്ലോ, തീയാണ് പ്രേമം. അത് കള്ളു കുടിച്ചാലും മാറിയല്ല, സാമി വലിച്ചാലും മാറിയല്ല. നമ്മുടെ ചങ്ക് പറിച്ചെടുത്ത് കയ്യിലേക്ക് കൊടുത്താലുണ്ടല്ലോ ചെമ്പരത്തിപ്പൂവാണെന്ന് പറയും. ജലജ മാം, വെൽക്കം ടു തമാശ ബസാർ. താങ്ക് യു. മലയാള സിനിമയുടെ ഏറ്റവും ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു 80s എന്ന് പറഞ്ഞ ആ ഒരു പീരീഡ്. ആ പീരീഡിൽ മലയാള സിനിമയുടെ മുഖശ്രീ എന്ന് തന്നെ വേണം പറയാനായിട്ട് ജലജ മാമിനെ കുറിച്ച്. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച്, അന്നത്തെ ആ ഒരു നായികയായിരുന്ന ആ ഒരു ടൈമിനെ പറ്റി ഒന്ന് ഓർക്കാമോ? ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ നിങ്ങൾ പറയില്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളാണ് ആ ന്യൂ ജനറേഷൻ കൊണ്ടുവന്ന ആൾക്കാർ. എന്താ വെച്ചാൽ ഞാൻ വന്ന ഒരു ഓഡിയൻസ് ആയിട്ടിരുന്നിട്ട് പടം കണ്ട് വന്ന ആളാണ്. അപ്പോൾ കാണുമ്പോഴത്തേക്കും ആ വലിയ സിൽവർ സ്ക്രീനിൽ കാണുന്നത് ഷീലാമ്മ, ശാരദാമ്മ, ലൈക് നസീർ സാറ്, മധു സാർ, അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഞാൻ അഭിനയിച്ചോ എന്നുള്ളത്. ഒരു വൈൽഡ് ഡ്രീമിലുള്ള കാര്യമാണ് ഞാനൊരു നടിയായി എന്നുള്ളത്. അപ്പം ഞാനൊരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, ഒരു നെക്സ്റ്റ് ഡോർ നെയ്ബർ, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്ലാമർ ഇല്ലാതെ പുതിയൊരു വേവ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നെടുമുടി വേണിച്ചേട്ടൻ, വേണു നാഗവള്ളി ചേട്ടൻ, ഗോപി ചേട്ടൻ, ശ്രീനിവാസേട്ടൻ, പിന്നെ തിലകേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആർട്ടിസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ വേവ് കൊണ്ടുവന്ന കുറേ ഫിലിംസാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ, അതിനേക്കാൾ ഉപരി ലെജൻസിന് തന്നെ നമുക്ക് മലയാള സിനിമയിൽ പറയാവുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ കുറേ കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും ഞാനിവിടെ നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. സോ മാം പറഞ്ഞു, മാമിന്റെ എന്താ പറയാ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്നൊരു കാര്യമായിരുന്നു സിനിമ എന്നുള്ളത്. പിന്നെ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള ആ കാലഘട്ടത്തിൽ? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് സിനിമയിൽ അഭിനയിക്കണം. ഓടിപ്പോകുന്ന കസ്റ്റമറെ തോട്ടി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാളും. എന്റെ ഏറ്റവും ഇളയ മകനെ, എനിക്ക് 10 പിള്ളേരുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ എനിക്കിട്ട് അറിഞ്ഞിട്ട പേരാണ് പ്രൊഡക്ഷൻ കൺട്രോളറെ. പെണ്ണു കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനല്ല എലിയെ പോലെ ജീവിക്കും മോനെ. നീ എന്നെ
സ്നേഹിച്ചതിനേക്കാൾ ഒരു 10,000 മടങ്ങ് എന്റെ ഇച്ചായൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 30,000 മടങ്ങ് ഞാൻ ഇച്ചായനെ പണത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഞാൻ നിന്നോട് വരണമെന്നാ നീ പറയണത്? നീ പറ. The word intelligence means the capability of a particular person to evaluate, to validate, to judge a particular thing in a particular way. Don't play with me. I will show you how to play.